Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കാണ് ഇത്. ആർക്കും കുട്ടികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതിന് എഗ്ഗോ പിന്നെ ഫ്ലോറോ ബട്ടർ ഒന്നും ആവശ്യമില്ല. ഒന്നുമില്ലാതെ തന്നെ വെറും എല്ലാവരുടെ വീട്ടിലുള്ള സാധാരണ ഉണ്ടാവാറുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് ക്രീം ബിസ്ക്കറ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ മകളാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ക്വാറൻറ്റൈനൊക്കെ ആയിട്ട് സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണിത്. വോയിസ് കൊടുത്തിട്ടുണ്ടായിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വോയിസ് കൊടുക്കുന്നത്. അവളാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് പരീക്ഷിക്കാവുന്ന നല്ല സക്സസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. ഇപ്പോൾ ഈ സമയത്തൊക്കെ അവർക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം തന്നെ ഈ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 24 ബിസ്ക്കറ്റ് ഉണ്ട്. 24 ഓറിയോ ബിസ്ക്കറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഒരു 1/2 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് 1/2 കപ്പ് മിൽക്ക് ഒഴിച്ച് ഇതൊന്ന് അടിച്ച് നോക്കാം. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് കൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ 1/2 കപ്പ് കൊണ്ട് തന്നെ നല്ല ബാറ്ററായി കിട്ടും. വേണമെങ്കിൽ മാത്രം അല്പം കൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 3ഉം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഓവനിൽ വെച്ചല്ല, സ്റ്റൗവിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് കുറച്ച് വലിയൊരു പാത്രത്തിൽ കുറച്ച് സാൾട്ട് ഇട്ട് അതിന് മുകളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് മൂടി വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം കേക്കൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. സ്ക്യൂർ എടുത്ത് ഒന്ന് കുത്തി നോക്കാം. അത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. കേക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. സ്ക്യൂറൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നത്. ഇനി ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ഫ്രോസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കേക്കിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ മുമ്പ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ ബാക്കിയുണ്ടായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷമാണ് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് മെൽറ്റ് ചെയ്യാനായിട്ട് ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന ഇത് സെറാമിക്കിൻ്റെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അതിന് താഴെ ഒരു ക്യാൻഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ അത് മെൽട്ടായി കിട്ടും. കേക്ക് ചൂടാറുന്ന സമയം കൊണ്ട് ഇത് മെൽട്ടായി കിട്ടും. കണ്ടില്ലേ, ചോക്ലേറ്റ് ഗനാഷ് മെൽട്ടായി വരുന്നുണ്ട്. ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കാം. മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം.
ഇത് കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഗനാഷാണ്. നമുക്ക് ഏകദേശം ഒരു ഡ്രിപ്പ് ചെയ്ത് പോകുന്ന വിധത്തിലുള്ള ആ കൺസിസ്റ്റൻസിയിലുള്ള ഗനാഷാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ പ്രത്യേകിച്ച് അളവൊന്നും നോക്കിയിട്ടില്ല ക്രീമിൻ്റെ ഒന്നും. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി വേണമെങ്കിൽ അത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണിത്. കണ്ടില്ലേ, ആർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഞങ്ങളിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ മെൽട്ടാക്കിയിട്ടുള്ള ഗനാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് മുകളിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ അത് സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഡ്രിപ്പായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ സൈഡൊക്കെ നന്നായിട്ട് കവറാവുന്നുണ്ട്. ഇനി എവിടെയെങ്കിലും കവറാകാൻ ബാക്കിയുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് കൂടി കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് നല്ല ഒരു അടിപൊളി നല്ല കാണുമ്പോൾ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ ഫസ്റ്റ് ഇതിൽ 1/2 കപ്പ് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി തിക്കായതുകൊണ്ട് ഒരു 1/4 കപ്പ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു 3/4 കപ്പ് മിൽക്കും ഒരു 24 പീസസ് ഓരോ ബിസ്ക്കറ്റും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഈ കേക്കിന് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കാം. ഈ കേക്ക് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണുള്ളത്. നല്ല അടിപൊളി നല്ല കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.